വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആത്മാവ് ഒരു യുദ്ധകളമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. റോമർ 6:23 വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും. എഹെസ്കേൽ 18:20 വാക്യം. ഒരു മനുഷ്യന്റെ ശരീരം നശിച്ചാലും അനശ്വരമായി നിലകൊള്ളുന്നത് അവന്റെ ആത്മാവാണ്. ആത്മാവ് വളരെ വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? കർത്താവ് നിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നു, അതിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടേതു കൂടെയാണ്. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം തന്നെ അവരോട് കൂടെ ഉണ്ടായിരിക്കുകയും അവരുടെ ദൈവമായി ഇരിക്കുകയും ചെയ്യും. ഇത് വെളിപ്പാട് 21:3 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 3:16 വാക്യത്തിലും, മഹത്വത്തിന്റെ ദൈവത്തിന്റെ ആത്മാവിനായി നിങ്ങളുടെ മേൽ വസിക്കുന്നു എന്ന് 1 പത്രോസ് 4:14 വാക്യത്തിലും, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവും നിങ്ങളിലുണ്ടെന്ന് കൊലോസ്യർ 1:27 വാക്യത്തിലും പറയപ്പെടുന്നു. എന്നാൽ സാത്താൻ ആ ആത്മാവിനെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പോരാടുന്നു. ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ അവൻ നിങ്ങളിൽ വന്ന് ജീവിക്കാൻ കഴിയുമെന്ന് സാത്താൻ കരുതുന്നു. പലതരം പാപമോഹങ്ങളാലും ലൗകിക സുഖങ്ങളാലും അവൻ നിങ്ങളെ വശീകരിക്കുന്നു. അവ ആസ്വദിക്കാൻ അവൻ നിങ്ങളെ വിളിക്കുന്നു. പാപം നിങ്ങളിൽ വരുമ്പോൾ ദൈവവുമായുള്ള വിലയേറിയ ബന്ധം നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ പാപം നിങ്ങൾക്കും ദൈവത്തിനുമിടയിൽ ഒരു വലിയ മതിലായി നിൽക്കുമെന്ന് അവന് നന്നായി അറിയാം. ദൈവത്തിന്റെ മുഖം മറയ്ക്കുമെന്നും തിരുവെഴുത്തുകൾ പറയുന്നു. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖം നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്ന് യെശയ്യാവ് 59:2 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആത്മാവിലെ യുദ്ധം പാപവും വിശുദ്ധിയും തമ്മിലുള്ള പോരാട്ടമാണ്. അശ്ലീലം, സിനിമ, നൃത്തം, ലൗകിക സുഖം, മയക്കുമരുന്ന്, കാമമോഹങ്ങൾ, മന്ത്രവാദം, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ എന്നിവയിലൂടെ ദൈവമക്കൾക്കെതിരെ സാത്താൻ തന്റെ കെണികൾ വിതറുന്നു. എന്നാൽ പാപത്തിന്റെയും സാത്താന്റെയും മേൽ വിജയികളാകാൻ നമ്മെ സഹായിക്കാൻ നമ്മുടെ കർത്താവ് തന്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞിരിക്കുന്നു. അവൻ നമുക്ക് തന്റെ വചനം നൽകിയിരിക്കുന്നു. തിരുവെഴുത്തും പ്രാർത്ഥനയുടെ ആത്മാവും. താൻ നിൽക്കുന്നത് യുദ്ധകളത്തിലാണെന്ന വസ്തുത അറിയാത്തവൻ ലൗകിക മോഹങ്ങളിലും ആഗ്രഹങ്ങളിലും സ്വയം മുഴുകുന്നു. വെറുതെ ചാറ്റിങ്ങിൽ സമയം കളയുന്നു. പ്രാർത്ഥനയുടെ കുറവും ഉണ്ടാകുന്നു. സാത്താൻ എളുപ്പത്തിൽ അവനിൽ പ്രവേശിച്ച് അവനെ നാശത്തിലേക്ക് നയിക്കും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് അവനവന്റെ ആഗ്രഹങ്ങളാൽ ആകർഷിക്കപ്പെടുകയും വശീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിച്ചാൽ മരണത്തെ പ്രസവിക്കുന്നു. ഇത് യാക്കോബ് 1:14-15 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. മാത്രമല്ല, പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് റോമർ 6:23 വാക്യത്തിലും പറയപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം 1 യോഹന്നാൻ 1:7-9 വരെയുള്ള വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ എഹെസ്കേൽ 24, 25, 26 അധ്യായങ്ങൾ. വൈകുന്നേരം 1 പത്രോസ് 2 അധ്യായം. ആമേൻ.